ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 144 പഴം മുഴുവനും കൊണ്ടുവരാമോ. ഭാഗം 144 പഴം മുഴുവനും കൊണ്ടുവരാമോ ഇവിടെ ആരംഭിക്കുന്നു. അമരവിളാകത്ത് ഗോവിന്ദനാശാനും മഞ്ചാടിവിള ഗോവിന്ദപിള്ളയും വലിയ സുഹൃത്തുക്കളായിരുന്നു. ഗോവിന്ദനാശാൻ വലിയ ഗുരുഭക്തനായിരുന്നതിനാൽ എപ്പോഴും ഗുരുദേവനെപ്പറ്റി ഗോവിന്ദപിള്ളയോട് സംസാരിക്കുമായിരുന്നു. ഒരു ദിവസം ഗോവിന്ദപിള്ള ആശാനോട് ഇങ്ങനെ പറഞ്ഞു: എൻ്റെ വീട്ടിലൊരു വാഴ കുലച്ചിട്ടുണ്ട്. അത് പഴുക്കുന്ന സമയം ഗുരുദേവൻ അമരവിളാകത്ത് വന്നാൽ ആ കുല ഞാൻ തന്നെ ചുമന്നുകൊണ്ട് വന്ന് ഗുരുവിന് കാഴ്ചവെക്കാം. ഗോവിന്ദപിള്ളയ്ക്ക് ഗുരുദേവനിൽ ഭക്തിയും വിശ്വാസവും ഉണ്ടായി കണ്ടതിൽ ആശാന് വലിയ സന്തോഷമായി. കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ മഞ്ചാടിവിളയിലെ ആ വാഴക്കുല വിളഞ്ഞു ഭാഗമായി. ഗോവിന്ദപിള്ള അത് വെട്ടി ഭദ്രമായി വെച്ചു. 5-6 ദിവസം കഴിഞ്ഞതോടെ പഴത്തിന് നിറം വീണു തുടങ്ങി. കുല പഴുത്തു തുടങ്ങിയ വിവരം ഗോവിന്ദപിള്ള ആശാനെ രഹസ്യമായി അറിയിച്ചു. കുല പഴുത്തു തുടങ്ങിയതല്ലേയുള്ളൂ, എല്ലാം നന്നായി പഴുത്തു വരട്ടെ, ഗോവിന്ദനാശാൻ പറഞ്ഞു. 2 ദിവസം കൂടി കഴിഞ്ഞു. പഴമെല്ലാം നല്ലവണ്ണം പഴുത്തിരിക്കുന്നതായി ഗോവിന്ദപിള്ള വീണ്ടും ആശാനെ അറിയിച്ചു. പിറ്റേന്ന് പ്രഭാതമായപ്പോൾ ഗുരുദേവൻ തൻ്റെ വസതിയുടെ പടിപ്പുര കടന്നു വരുന്നത് ഗോവിന്ദനാശാൻ കണ്ടു. ഗുരുദേവനെ പൂമുഖത്ത് നമസ്കരിച്ച് ഇരുത്തിയ ശേഷം ആശാൻ ഗോവിന്ദപിള്ളയുടെ അടുത്തേക്ക് പെട്ടെന്നൊരാളെ പറഞ്ഞയച്ചു. പിള്ള അമരവിളാകത്ത് ഓടിയെത്തി ഗുരുവിനെ വണങ്ങിയിട്ട് ഇപ്രകാരം പറഞ്ഞു: അവിടുത്തേക്കായി സങ്കല്പം ചെയ്ത് വീട്ടിൽ വെച്ചിരിക്കുന്ന ഒരു കുല അങ്ങ് സ്വീകരിക്കണം. ഗുരുദേവൻ: കൊള്ളാമല്ലോ, എന്നാൽ അതിങ്ങോട്ട് കൊണ്ടുവന്നുകൂടെയോ? പിള്ള: ഇപ്പോൾ തന്നെ കൊണ്ടുവരാം. ഗുരുദേവൻ: കുലയിലെ പഴം മുഴുവനും കൊണ്ടുവരാമോ? പിള്ള: കുല അതുപോലെ തന്നെ കൊണ്ടുവന്നുകൊള്ളാം. ഗോവിന്ദപിള്ള മിന്നൽ വേഗത്തിൽ മഞ്ചാടിവിളയിലെത്തി. എന്നാൽ കുലയുമായി മടങ്ങിയെത്തുവാൻ കുറെ താമസമുണ്ടായി. വൈകി വന്ന പിള്ള ആ കുല ഗുരുദേവന് കാഴ്ചയായി സമർപ്പിച്ചു. അപ്പോൾ ഗുരുദേവൻ തമാശ രൂപത്തിൽ ചോദിച്ചു: പഴം മുഴുവനും വന്നിട്ടുണ്ടോ? പിള്ള അത് കേട്ട് വിഷമിച്ചു നിന്നു. ഉടനെ ഗോവിന്ദനാശാൻ കാര്യം അന്വേഷിച്ചു. അപ്പോൾ പിള്ള വലിയ വ്യസനത്തോടെ പറഞ്ഞു: കുലയെടുക്കുവാൻ ചെന്നപ്പോൾ അടിപ്പടലയിലെ 2 പഴം എലി കഴിച്ചിരിക്കുന്നതായി കണ്ടു. കുലയിലെ പഴം മുഴുവനും കൊണ്ടുവരാമോ എന്ന് ചോദിച്ചപ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണല്ലോ ഞാൻ പോയിരുന്നത്. അതിനാൽ എലി കഴിച്ച ഭാഗം അറിയാതിരിക്കാൻ അവിടം വെച്ച് മുറിച്ചു കളയേണ്ടി വന്നു. അങ്ങനെ 6-7 പഴത്തിൻ്റെ കുറവ് വന്നിട്ടുണ്ട്. മനഃപൂർവ്വമല്ലെങ്കിലും വാക്കു തെറ്റിച്ചതിൽ ഖേദമുണ്ട്. അത് കേട്ടിട്ട് ഗുരുദേവൻ: സാരമില്ല, വാക്ക് തെറ്റിച്ചതല്ലല്ലോ, തെറ്റിയതല്ലേ. ശരണമാകണേ 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 പരമസദ്ഗുരു. ശരണമാകണേ 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 പരമസദ്ഗുരു. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 144 പഴം മുഴുവനും കൊണ്ടുവരാമോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവനാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.